നമ്മുടെ തേർഡ് ഡേ ഓഫ് ഹെയർ കെയർ ചാലഞ്ച് ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ ഗ്രോത്ത് ഓയിലും കൂടിയിട്ട് ഞാനത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നലത്തെ വീഡിയോ കണ്ടോ? ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഓയിൽ വേണം. ഇത് ഞാൻ എന്റെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. നമ്മളുടെ ഡേ 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം തന്നെ കണ്ടു നോക്കാം. ഞാനിവിടെ ടാഗ് ചെയ്തിട്ടുണ്ടാവും, കണ്ടു നോക്കണം. അതിനകത്ത് നിങ്ങളുടെ ഹെയർ പൊറോസിറ്റി, ഹെയർ ഡെൻസിറ്റി, ഹെയർ ടൈപ്പ് ഒക്കെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, നമ്മളുടെ ഓൺ ഹെയർ എങ്ങനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിനകത്തോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക കേട്ടോ. ഞാനിതൊരു 1/4 ഭാഗമാണ് ഒഴിക്കണുള്ളൂ. എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കണം. എനിക്ക് ഇച്ചിരി ലോ പൊറോസിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ മുടിയിൽ കോട്ട് ചെയ്തേക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിൽ കൊടുക്കും, കാരണം കോക്കനട്ട് ഓയിൽ നല്ല പെനിട്രേറ്റിംഗ് ഓയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒന്ന് സ്മൂത്ത് ആക്കാനും ഒന്ന് ശകലം സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഒന്ന് ഫ്രിസിനൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 2-3 വർഷമായിട്ട് ഈ കുപ്പി തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ കുപ്പിയുടെ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് അവക്കാഡോ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. കാരണം എനിക്ക് അവക്കാഡോ ഓയിൽ ഇടുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഡ്രൈ ആക്കാണ്ട് മുടി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അല്ലാണ്ട് അവക്കാഡോ ഫ്രൂട്ട് ഞാൻ തലയിൽ മാസ്ക് ആയിട്ട് ഇടാറുണ്ട്, അതും എനിക്ക് ഇഷ്ടമാട്ടോ. പിന്നെ ഇതിനകത്തോട്ട് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ, അത് ഞാൻ 1 or 2 ഡ്രോപ്പ് എനിക്ക് എൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ഞാൻ ഇടാറുള്ളൂ. അപ്പം ഞാൻ ഹെയർ ഗ്രോ ചെയ്യണേക്കാട്ടിലും എൻ്റെ മുടിയുടെ ഡ്രൈനെസ് മാറ്റാനായിട്ട് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1-2 മാത്രം എസെൻഷ്യൽ ഓയിലിൻ്റെ ഡ്രോപ്പ് ആഡ് ചെയ്യണം. പിന്നെ ലാവെൻഡർ എസെൻഷ്യൽ ഓയിലും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം അത് ഇടുന്നുണ്ട്, എനിക്ക് അതിൻ്റെ മണം എനിക്കിഷ്ടം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനി ഒരു 2-3 ആഴ്ചത്തോട്ട് ഈ ഒരു കുപ്പി നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ എന്റെ ഹെയറിൽ ഇതിന്റെ കുറച്ച് എണ്ണ എടുക്കണുള്ളൂ, കാരണം ഞാൻ ഇന്ന് തല കഴുകുന്നില്ല. ഇന്നലെ ഞാൻ ഓൾറെഡി തല കഴുകിയുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ മുടി കഴുകുകയാണെങ്കിൽ, കഴുകണം എന്നുള്ളവർക്ക് കഴുകാം. പക്ഷെ നിങ്ങൾ കേളി ഹെയർ ആണ്, ഡ്രൈ ഹെയർ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല എല്ലാ ദിവസവും കഴുകാൻ. നിങ്ങൾ പക്ഷെ തല കഴുകുന്നവരാണ്, അല്ലെങ്കിൽ ഇത് ഈ ഒരു 7 ദിവസം സീരീസിൽ അല്ലാണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ വേണമെങ്കിൽ ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ഓയിൽ ചെയ്യുന്ന ടൈമിൽ ഈ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് കുറെ കൂടി എടുത്ത് തല മൊത്തം ഇട്ട് നല്ലതായിട്ട് മസാജ് ചെയ്യാം. ഇപ്പൊ ഞാനിത് ഇച്ചിരി എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഹെയർ മസാജ് തുടങ്ങണേക്കാട്ടിലും മുൻപ് നമ്മൾ എന്ത് ചെയ്യാ, നമ്മളൊന്ന് ഷോൾഡർ മസാജ് ചെയ്യണം. ഓക്കെ, എങ്കിലാണ് നമുക്ക് ആ കറക്റ്റ് ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുള്ളൂ. നമ്മുടെ ഷോൾഡറിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളതെന്നാ പറയാ. ഓക്കെ, അപ്പൊ ആരെങ്കിലും ചെയ്തു തരാണെങ്കിൽ നല്ലതാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നോണ്ടിട്ട് ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യണേ. ഓക്കെ, ഇങ്ങനെ വെക്കാം, ഞെക്കാം. ഓക്കെ ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ മസാജ് ചെയ്യണേ. ഈ ഒരു മോഷനാട്ടോ ഇങ്ങോട്ട് കൊടുക്കുന്നത്. നിങ്ങൾ സ്കിന്നിൽ ടച്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി നല്ലതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കൈകൊണ്ട് ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ടൂൾസ് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ കുറെ ഇങ്ങനത്തെ മസാജിങ് ടൂൾസ് ഉണ്ട്. കൈകൊണ്ട് മറ്റേ അന്ന് ഞാനൊരു ഷോർട്സ് ഇട്ടില്ലേ, അത് നല്ലതാട്ടോ. അത് പിന്നെ നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യണം. പിന്നെ അപ്പുറത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ ഒരു മസാജിങ് അപ്റ്റോണിയ, ഇത് കുറേ നാളായിട്ടുള്ളത് കേട്ടോ, മഞ്ഞ കളറൊക്കെ പിടിച്ചതുകൊണ്ട്. ഇതേപോലത്തെ മസാജർ അവൈലബിൾ ആണെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഈ സാധനം വെച്ച് അത്ര കണ്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഇപ്പൊ വാമപ്പ് മസാജ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഷോൾഡറിലാണ് എല്ലാ സ്ട്രെസ്സും ഇരിക്കണെന്ന് പറയാം. ഷോൾഡർ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എനർജി വരും. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ഫ്യൂ ഡ്രോപ്സ് എടുക്കുവാണേ. 2, 3, 4, 5 മതി, എനിക്ക് അത്ര മതി. കാരണം ഒരുപാട് എണ്ണ ഇടണം എന്ന് ഞാൻ വിചാരിക്കണില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ജട കെട്ടാണ്ടിരിക്കാനുള്ള എണ്ണയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലോട്ട് ഇങ്ങനെ കൈയിടണം. കൈയിട്ടിട്ട് നിങ്ങൾ സ്കാൽപ്പ് അനങ്ങണം. ഓക്കെ, സ്കാൽപ്പ് ഇങ്ങനെ മസാജ് ചെയ്യാം. നിങ്ങൾ നേരെ ഇരിക്കണം കേട്ടോ, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യരുത്. എൻ്റെ കൂടെ നിങ്ങൾ മസാജ് ചെയ്യണേ. ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, എൻ്റെ തല സ്കാൽപ്പ് അനങ്ങുന്നുണ്ടോ? അങ്ങനെ സ്കാൽപ്പ് അനങ്ങണം കേട്ടോ. നമ്മുടെ ഫുള്ള് സ്കാൽപ്പിൽ നമ്മളുടെ കൈയിൻ്റെ തുമ്പ് ഇങ്ങനെ ചെല്ലണം. എന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ സർക്കുലർ കാണിക്കാം. നിങ്ങളുടെ മുടി ജട വെട്ടാണ്ട് വേണം കേട്ടോ അത് കാണിക്കാൻ. ഇങ്ങനെ 6 കാണിച്ചാൽ മതി. അപ്പൊ അങ്ങനെ നല്ലതായിട്ട് അനങ്ങും. ഇതിങ്ങനെ ഒരു 30 seconds നിങ്ങൾ മസാജ് ചെയ്യണം. ഞാനൊന്ന് മുടി ചീവിക്കോട്ടെ. ഞാൻ ഇന്നലെ കുടിച്ചിട്ട് മുടി ചീവിയിട്ടില്ല.
പിന്നെ നിങ്ങൾ കേളി ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചീവാനായിട്ട് ഇതേപോലത്തെ വൈഡ് ടൂത്ത് കോംബോ തന്നെ എടുക്കണം കേട്ടോ. ഇതിപ്പോ ഞാൻ വുഡന്റെ എടുത്തെന്നുള്ളൂ. വുഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിലുള്ള ഗുണം. ഇങ്ങനെ ഭയങ്കരമായിട്ട് മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കില്ല. സ്റ്റാറ്റിക് മറ്റേ പ്ലാസ്റ്റിക് ഇടുമ്പോൾ എന്താ വെച്ചാൽ മുടി ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കാനായിട്ട് തുടങ്ങും ഓരോ മുടിനാരുകൾ. ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ചില വുഡൻ ചീപ്പുകൾ വെച്ചിട്ട് ചീകുമ്പോൾ മുടി കൊഴിഞ്ഞു പോകാറില്ലേ, പക്ഷേ ഈ ചീപ്പ് നല്ല കേട്ടോ. ഇതിങ്ങനെ കുറച്ചിങ്ങനെ വൈഡാണ്. പിന്നെ ഇത് ശരിക്കും നമ്മൾ നോർമൽ ചീപ്പ് കൊണ്ട് ചീവണ പോലത്തെ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്തിരി ചാറ്റി വീഡിയോ ആയിരിക്കുവേ. നിങ്ങളിങ്ങനെ ചീപ്പൊക്കെ ആയിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം ഇത് ചെയ്യാൻ. ഓക്കെ, കണ്ട എൻ്റെ ഇവിടുത്തെ മുടി ഉണങ്ങിയിട്ടില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, എൻ്റെ ഇവിടുത്തെ മുടി വേറെ പോറോസിറ്റിയും ഇവിടുത്തെ മുടി വേറെ പോറോസിറ്റിയും ആണ്. ഇവിടെയൊക്കെ നല്ല സെറ്റായിട്ട് ഉണങ്ങി, ഇവിടെ ഉണങ്ങിയിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ മുടി ചീവിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ, നിങ്ങൾ 4 വിരലെടുക്കുക, നമ്മളുടെ നെറ്റിയുടെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നിങ്ങൾ ഇത് ഇവിടെ ഇല്ലേ, ഇവിടെ ജെന്റിലായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സർക്കുലർ നമ്മുടെ ക്ലോക്ക് വൈസ് ഇല്ലേ ആ മോഷനിൽ ഇങ്ങനെ ഒരു 10 തവണ 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മൾ ഇവിടെ നിന്ന് എഗെയിൻ ഒരു 4 ഫിംഗർ വെക്കുക. അപ്പൊ നമുക്ക് ഇത് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, നമ്മുടെ നിറക. അവിടെ നിങ്ങൾ വെച്ചിട്ട് ജെന്റിലായിട്ട് ഭയങ്കര പ്രസ് ചെയ്ത് മർമ്മ പോയിന്റ്സ് ആണ്. ഓക്കെ, ഭയങ്കര പ്രസ് ചെയ്ത് ഒരു ഇച്ചിരി ഒന്ന് ഞെക്ക, അത്രേ ഉള്ളൂ. ഭയങ്കര നെങ്ങല്ലേ, പയ്യാനെ ഇല്ലേ, നെക്കണ്ട, നിങ്ങൾ നെക്കാതിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു 10 പ്രാവശ്യം 1 2 3 4 5 6 7 8 9 10. ഇത്തിരി ഫാസ്റ്റ് ആയി കൗണ്ട് ആയി പോയി തോന്നട്ടെ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ട് കൗണ്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ കിട്ടിയില്ലേ, ഇനി ഇവിടെ നിന്ന് നിങ്ങൾ 4 ഫിംഗേഴ്സ് എടുക്കുക. അപ്പൊ നമുക്ക് ഇത് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, നിങ്ങൾ ഓയിൽ ചെയ്യില്ലേ, ഓയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പോയിന്റിലും ഈ പോയിന്റിലും എണ്ണ ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കുവാണെങ്കിൽ ഭയങ്കര നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവും, നമ്മുടെ ഓർമ്മശക്തി കൂടാനൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ്. 1 2 3 5 6 7 8 9 10. നിർത്താൻ തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ കുഞ്ചിയുടെ ഈ പോർഷൻ ഇല്ലേ, ഈ പോർഷന്റെ ഇവിടെ നിന്ന് 4 ഫിംഗർ എടുക്കുക. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടോ, ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാവേ. ഇവിടെ സെയിം അതേപോലെ 1 2 3 4 10. ഇനി നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പോർഷനിൽ ഓക്കെ 2 സൈഡും ഒരുമിച്ച് ചെയ്യാട്ടോ. ഇനി ഇവിടെ ഈ പോർഷനില് നമുക്കിങ്ങനെ തൊടുമ്പോൾ അറിയാം ആ പോർഷനിൽ ഒരു ഇച്ചിരി ഷേപ്പ് വ്യത്യാസമുണ്ട്. അടുത്ത നമ്മളിനി മുടി ഇങ്ങനെ കൈ മുടിയുടെ അകത്തോട്ട് ഇങ്ങനെ ഇടാ. എന്നിട്ട് ഭയങ്കര പ്രഷർ കൊടുക്കരുത്. ഇത്ര പ്രഷറേ ഉള്ളൂ, കണ്ടോ എന്റെ ഇങ്ങനെ ഇത് ആടണം. 1 2 3 4 5 6 7 8 9 10. സ്ലോ ആയിട്ട് ഇടണോട്ടെ, എനിക്ക് സ്ലോ ആയിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാണോ. ഈ ബാഗ് എല്ലാ ഹെയറും ഇതേപോലെ പുള്ള് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ കൈയെടുക്കുക. എന്നിട്ട് നിങ്ങൾ നഖം കൊള്ളരുത്. കൈയിന്റെ ഈ പോർഷൻ കണ്ട് എന്റെ കൈ ചുവന്നിരിക്കണമൊക്കെ ഇതേപോലെ ചുവന്ന് വരും നിങ്ങൾ ചെയ്യുമ്പോഴേക്കും. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ജെന്റിലായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. ഓക്കെ, മസാജ് ചെയ്ത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ കറക്കുക. എന്നിട്ട് നിങ്ങളുടെ കുഞ്ചി വരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ കറങ്ങി വരണം. ഇനി അടുത്ത സെക്ഷൻ എടുക്കുക. ഇവിടെ നിന്ന് നെക്സ്റ്റ് സെക്ഷൻ
ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കാൽപ്പ് അനങ്ങണം കേട്ടോ. സ്കാൽപ്പ് നമ്മൾ പെട്ടെന്ന് അറിയണം, ഭയങ്കര ഇളക്കി കുറച്ചെടുക്കരുത്. ഇനി അടുത്തത് നിങ്ങൾ കൈ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് 1 2 3 4 5 6 7 8 ഇങ്ങനെ സ്പീഡിൽ. നിങ്ങൾക്ക് ഇങ്ങനെ മുടി കൈ അകത്തോട്ട് കയറാൻ പാടാണ്, അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണേ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നിങ്ങൾ കൈ ഇങ്ങനെ ഇടുക, എന്നിട്ട് ഇങ്ങനെ കൈ ഫുള്ളായിട്ട് നിങ്ങളുടെ തല പിടിക്കണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇവിടെ ആട്ടോ നമ്മൾ യൂസ് ചെയ്യണേ, ഫിംഗേഴ്സ് അല്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ മുടിക്ക് അനുസരിച്ചിട്ട് ചെയ്യണേ. എന്ന് വെച്ചാൽ നിങ്ങളുടെ തിൻ ഹെയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒറ്റടി കാണിച്ചാൽ തന്നെ കയറും. അപ്പൊ എനിക്കിപ്പോൾ ഇച്ചിരി ഇങ്ങനെ കയറാൻ പാടുള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോ സെഷനായിട്ട് ചെയ്യാൻ. എന്ന് വെച്ചാൽ എൻ്റെ മുടി തലയിൽ മുടി കുറവാണെങ്കിലും ഓരോ മുടിക്കും വണ്ണം ഉണ്ടെങ്കിൽ പ്രശ്നം. ഇങ്ങനെ ഓക്കെ, ഓരോ സെഷനായിട്ട് നമ്മുടെ ഈ സ്ഥലം സ്കാൽപ്പിൽ തട്ടണം. സർപ്രൈസ്! ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലോങ് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട്. ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഹെയർ കെയർ ടിപ്സിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള എന്താണ്, എന്തെങ്കിലും റിലേറ്റഡ് ടു ഹെയർ കെയർ. ഇപ്പോൾ ഹാക്ക് ആയിക്കോട്ടെ, ഇല്ലേ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഇല്ലേ മെത്തേഡ് ആയിക്കോട്ടെ, ഇല്ലേ അപ്ലൈ ചെയ്യുന്ന രീതി, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള ഹെയർ കെയർ ടിപ്പ്, അപ്പോൾ വേറെ കമൻറ്റ് കാണുന്ന ആളുകൾക്ക് ആ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം, അവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഇതുവരെ കമൻറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഇത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഹെയർ മസാജ് ഞാൻ തന്നെയാട്ടോ എൻ്റെ ഹെയർ മസാജ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇങ്ങനെ നമ്മൾ സലൂണിൽ ഹെഡ് മസാജ് ഇല്ലേ, അങ്ങനെ ഓയിൽ മസാജിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാജ്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ ഇങ്ങനെ കുറേ പൈസയൊക്കെ ആയതിനു ശേഷം ഇങ്ങനെ എനിക്ക് വീട്ടിലൊരു മസാജിസ്റ്റിന് വെക്കണം. ഇങ്ങനെ എല്ലാ ദിവസവും മസാജ് ചെയ്യണത്. പക്ഷെ എൻ്റെ മുടി മാത്രം മസാജിന് ഞാൻ കൊടുക്കൂല. എവിടെ ഏത് സലൂണിൽ ഞാൻ എൻ്റെ മുടി മസാജ് ചെയ്യാൻ കൊടുത്താലും പിന്നെ എനിക്ക് കിട്ടണത് ഇങ്ങനെ ഒരു ജടക്കെട്ടായിട്ടാ. കാരണം ഇത്രയും മസാജ് എൻ്റെ മുടി ചെയ്തു വരുമ്പോൾ മുടി ഭയങ്കരമായിട്ട് അത് അങ്ങനത്തെ മുടി മാനേജ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഭയങ്കര പാടാണ്. എനിക്ക് എപ്പോഴും തോന്നും ഇങ്ങനത്തെ മുടി മാനേജ് ചെയ്യാൻ നമ്മുടെ പൊതുവേ അങ്ങനെ ആളുകൾക്ക് ആർക്കും ഇങ്ങനെ സലൂണിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ലായിരിക്കും. വല്ല ഗേളിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വല്ല സലൂൺ ഉണ്ടെങ്കിൽ അത് എനിക്കും അറിയില്ല. അങ്ങനത്തെ സലൂൺ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ള എല്ലായിടത്തും എൻ്റെ മുടി ഇങ്ങനെ ജടക്കെട്ടാക്കി എനിക്ക് തിരിച്ചു തന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് തലയിൽ മാത്രം മസാജ് എടുക്കില്ല. വേണ്ട, മസാജ് ചെയ്യണ്ട, ഞാൻ മസാജ് ചെയ്തോളാം എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മുടെ മസാജിങ് ടെക്നിക്സ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഹെയർ ഗ്രോത്ത് മസാജിങ് ടെക്നിക്സ് ആട്ടോ. ഇത് നിങ്ങൾ ഒരു 2 മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എല്ലാ ദിവസവും ചെയ്യരുത്, 2 മാസം ആഴ്ചയിൽ 1 തവണ വീതം. അപ്പോൾ 2 മാസം ആകുമ്പോൾ എത്ര ആഴ്ചയാവും, എത്ര തവണയാവും, കാൽക്കുലേറ്റ് ചെയ്തോ, അത്രയും തവണ നിങ്ങൾ ചെയ്യണം. ഓക്കെ, എല്ലാ ദിവസവും ഇത് ചെയ്യരുത്. കാരണം ഇത്രയും പ്രഷർ നമ്മൾ എല്ലാ ദിവസവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല തലവേദന വരും. ഓക്കെ, എല്ലാ ദിവസവും ഇത് ചെയ്യരുത്. എല്ലാ ദിവസവും ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ച ഒരു സാധനം ഇല്ലേ, ഫുൾ തലയിലോട്ട് അതും, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പുള്ള് ചെയ്യണ സാധനം ഇല്ലേ, പയ്യനെ പുള്ള് ചെയ്യണത്, അതും നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം. അതല്ലാതുള്ള മസാജുകളൊന്നും മർമ്മ പോയിന്റ്സ് അങ്ങനത്തെ ഒന്നും എല്ലാ ദിവസവും ചെയ്യണ്ട. ചെയ്യുന്നവരുണ്ടാവുമായിരിക്കാം, പക്ഷെ ഞാൻ എൻ്റെ ഫോളോവേഴ്സിനോടായിട്ട് ഞാൻ പറയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ്, കൈവേദന എടുക്കും എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാജസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ആമസോണിൽ മേടിച്ചിട്ടുണ്ടായിരുന്ന മസാജർ കോർ സ്മിത്ത് എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ഇതിന്റെ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പാട്ടോ, ഇങ്ങനത്തെ ഷേപ്പ്. അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമ്മുടെ കയ്യിൽ ഹോൾഡ് ആവണ പോലത്തെ ഇതാട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ തലയോട്ടിയുമ്പോൾ ഡയറക്റ്റ്ലി കൊള്ളുന്നവരാണെങ്കിൽ ഞാൻ ഇങ്ങനെ വകച്ചിൽ മാറ്റി മാറ്റി വെച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് 3 സെറ്റിംഗ് ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പർച്ചേസ് ചെയ്യേണ്ട ഒരു സാധനം. ഇനി വേറെ ഒരെണ്ണം എൻ്റെ ഉള്ളത് ഈ ഒരു അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെത്. ഇത് കുറച്ച് പഴയതായി. ഇത് പഴയതായപ്പോഴാണ് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ തമ്മിൽ വ്യത്യാസം കണ്ടോ, ഇത് നീളം കുറവും ഇതിന് നീളം കൂടുതലാണ്. ഇത് നീളം കൂടുതലുള്ളതുകൊണ്ട് എൻ്റെ ഇങ്ങനത്തെ മുടിയുടെ അകത്ത് കയറണമെങ്കിൽ ഇച്ചിരി നീളം ഉണ്ടെങ്കിലാണ് എൻ്റെ തലയോട്ടിമേലോട്ട് കയറത്തുള്ളൂ. പക്ഷെ ഇത് തന്നെ എനിക്ക് ഇച്ചിരി ഇത് പിന്നെയും ഇതിനെക്കാട്ടിലും ബെറ്റർ ആട്ടോ. പക്ഷെ ഇതിന്റെ എനിക്ക് ആ സ്പീഡ് കൺട്രോൾ ചെയ്യണ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇച്ചിരി കൂടി ഇങ്ങനെ എന്തോ ഒരു സാധനം ഇതിന്റെ എനിക്ക് നല്ല ഞാൻ അതുകൊണ്ട് ഇതിനെക്കാട്ടിലും ഇത്
ഇങ്ങനെ വകച്ചിലെടുത്തിട്ടാണ് വെക്കാറുള്ളത്. എന്തുകൊണ്ട് എനിക്കിത് ഇഷ്ടമാണ്. ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാട്ടോ. ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. ഇത് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ ഹെയർ വളർന്നിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഈ സ്പീഡ് നമുക്ക് നേരത്തെ കാണിച്ച പോലെ കൂട്ടാം, പക്ഷെ 1 സ്പീഡ് ഇടുന്നതാട്ടോ ഏറ്റവും നല്ലത്. ഇതിന്റെ എല്ലാത്തിന്റെ 1 സ്പീഡാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഇങ്ങനെ ആ ഒരു ഇത് കിട്ടണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്റെ കയ്യിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റുകൾ ഉണ്ട്. എനിക്ക് മസാജിങ് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ രസത്തിന് മേടിക്കണതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫീലൊന്നും ഇല്ല. നിങ്ങളുടെ തിൻ ഹെയർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാ. പക്ഷെ എനിക്ക് ഇഷ്ടമാട്ടോ. ഒരു ക്വിക്ക് മസാജ് ഒക്കെ വേണമെങ്കിൽ ഇത് അടിപൊളിയാണ്. കാരണം ഇതിന്റെ തുമ്പിൽ ഇങ്ങനത്തെ ഈ ഉണ്ടയുണ്ട്. അപ്പൊ ഇത് നമ്മളുടെ ഇങ്ങനെ സ്കാൽപ്പിൽ തട്ടുമ്പോ നല്ല തണുപ്പാ. കുഞ്ചിയുടെ അവിടേക്ക് ഇങ്ങനെ ഒരാൾ പിടിക്കണ പോലെ തോന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാട്ടോ. ഇനി അടുത്ത എന്റെ ഫേവറേറ്റ് ഒരു ടൂൾ. ഇത് നമുക്കിങ്ങനെ ഇതിൽ ഈ മറ്റേതിനെക്കാട്ടിൽ ഇത്തിരൂടെ പ്രഷർ കൊടുത്ത് നമുക്കിങ്ങനെ മസാജ് ചെയ്യാം. ഇത് നല്ലതാട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടോ. 1 2 3. ഇതിന്റെ തുമ്പിൽ മെറ്റൽ റോഡ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ സ്കാൽപ്പിൽ കൊള്ളുമ്പോ ഭയങ്കര സുഖമാണ്. ഇനി ഇത് മറ്റേന്റെ അത്ര ജടയും കിട്ടില്ല കേട്ടോ. ഇതുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാവേ. എനിക്ക് ഇത്തിരൂടി എന്റെ കൈ കൊണ്ട് ചെയ്യാനേക്കാട്ടിലും ഇത്തിരൂടി ഇഷ്ടമാണ്. കാരണം ഇത് കുറച്ചുകൂടി അകത്തോട്ട് കയറും. പിന്നെ 2 സാധനം കൂടി കാണിക്കാം കേട്ടോ. ഇത് 2 ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നമ്മളുടെ മുടി നന്നായിട്ട് എന്താ പറയാ എണ്ണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഫൈൻ ഹെയർ ആണ്, വേവി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോർഡ് ബ്രിസിൽ ബ്രഷ് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കണ്ടോ, ഈ കാണുന്നത് നൈലനും ഇതിനകത്താണ് ഈ ബോർ ബ്രിസിൽ ഉള്ളത്. ഇത് നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കണ്ടപ്പോ ഞാൻ ചീകിയപ്പോ തന്നെ നോക്ക്, അത്രയും ഭാഗത്ത് ഇങ്ങനെ സ്മൂത്തനാക്കിയാണ്ടോ, ഇങ്ങനെ ഇൻസ്റ്റന്റ് സ്മൂത്ത് ആയി അത്രയും ഭാഗം അങ്ങനെ സ്മൂത്ത് ആക്കി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾ കേളി ഹെയർ ഉള്ളവരാണെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം ഇതിങ്ങനെ ഭയങ്കര അടുത്തിട്ടുള്ളതുകൊണ്ടേ മുടി ഇച്ചിരി ഇങ്ങനെ നന്നായിട്ട് ജട കളഞ്ഞില്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മുടെ ഹെയർ ഗ്രോത്ത് ലെഡ് ഉണ്ടാക്കിയോ? എങ്ങനെ എന്റെ ഇഷ്ടമായോ? എല്ലാ ദിവസവും 1 വീതം കഴിക്കണം. ഇമ്പോർട്ടൻറ്റ്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കഴിക്കണം കേട്ടോ. നല്ലത് 11 മണിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട്. കാരണം ഇതില് ഫുള്ള് നട്ട്സ് ആയതുകൊണ്ട് ഇത് ഭയങ്കര ഫാറ്റ് റിച്ച് അല്ലേ. അപ്പം എന്താ ഡൈജസ്റ്റ് ആവാനായിട്ട് നമ്മുടെ വയറിൽ അഗ്നി കൂടുതലായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ കഴിക്കണം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഹെയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യണമെന്നുള്ളത് ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയുണ്ടെന്നുള്ള താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഒരുമിച്ച് ട്രൈ ചെയ്തുകൊണ്ട് ആ ഒരു റിലാക്സ്ഡ് ഫീൽ ഉണ്ടോ, എങ്ങനെയാ തോന്നണേന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡേ നാളെ നമ്മൾ സ്കാൽപ്പ് കെയർ ആണ് ചെയ്യാൻ പോണത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്കാൽപ്പ് കെയർ ചെയ്യാന്നുള്ളത്. സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പ് ഉണ്ടെങ്കിലാണ് മുടി നന്നായിട്ട് വളരുള്ളൂ. അതുപോലെ മുടി ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ സ്കാൽപ്പ് കെയർ നന്നായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കണ ഫീൽ. അപ്പൊ അതുകൊണ്ട് നാളെ നമ്മൾ സ്കാൽപ്പ് കെയർ ആണ് ചെയ്യാൻ പോണത്. സോ നാളെ കാണാം.